പുനലൂർ നഗരമധ്യത്തിലുള്ള പാലങ്ങളിൽ സുരക്ഷാ വേലിയില്ലാത്തത് ഭീഷണിയാകുന്നു. നിരവധി ആളുകൾ പാലങ്ങളിൽ നിന്നും ചാടി ജീവനൊടുക്കിയിട്ടുണ്ട്. ആറ്റിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നതിനും സുരക്ഷാ വേലിയില്ലാത്തത് കാരണമാണ്. നഗരത്തിൽ കല്ലടയാറിന് കുറുകെ ദേശീയപാതയിൽ വലിയ പാലവും സമാന്തരമായി പുനലൂർ തൂക്കുപാലവുമുണ്ട്. പുനലൂർ നഗരത്തിലുള്ള രണ്ടു പാലങ്ങളും ആർക്കും ആറ്റിലേക്ക് ചാടാൻ കഴിയുന്ന നിലയിലുള്ളതാണ്. വലിയ പാലത്തിന്റെ നടപ്പാതയിലൂടെ ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കടന്നു പോകുന്നതിനാൽ ഇതിന്റെ മുകളിൽ കയറിയാണ് പലരും 50 അടിയോളം താഴ്ചയിലുള്ള ആറ്റിലേക്ക് ചാടുന്നത്. പാലത്തിന്റെ കൈവരിക്ക് വലിയ പൊക്കമില്ല. ഇതിനാൽ ആയാസമില്ലാതെ ആറ്റിലേക്ക് ചാടാൻ കഴിയും. പാലങ്ങളുടെ താഴ്ഭാഗത്തും ഇരുവശത്തും വലിയ കയവും വെള്ളവും കൂടുതലാണ്. വലിയ അടിയൊഴുക്കുമുണ്ട്. ഇതിനാൽ വെള്ളത്തിൽ വീഴുന്നവർ രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്. മാലിന്യം വാഹനത്തിലെത്തിച്ച് പാലത്തോട് ചേർത്ത് നിർത്തി ആറ്റിൽ തള്ളുന്നതും പതിവാണ്. ഇത് കണ്ടുപിടിക്കാൻ പാലത്തിനോ സമീപത്തോ നിരീക്ഷണ ക്യാമറയുമില്ല. പാലത്തിന്റെ കിഴക്കുഭാഗത്ത് TB ജംഗ്ഷനിൽ പോലീസിന്റെ നിരീക്ഷണ ക്യാമറയുണ്ടെങ്കിലും പ്രവർത്തനരഹിതമാണ്. ഇനി ക്യാമറ ഇവിടെ പ്രവർത്തിച്ചാലും പാലത്തിന്റെ അങ്ങേ അറ്റം വരെ ദൃശ്യങ്ങൾ ലഭിക്കാനും പ്രയാസമാണ്. കൈവരിക്ക് മുകളിൽ സുരക്ഷാവേലി നിർമ്മിച്ചാൽ ആളുകൾ ജീവനൊടുക്കുന്നത് തടയാൻ കഴിയും. ദേശീയപാതയിൽ കൊട്ടാരക്കര റെയിൽവേ മേൽപ്പാലത്തിലുൾപ്പെടെ ഇത്തരത്തിൽ സുരക്ഷാവേലി സ്ഥാപിച്ചിട്ടുണ്ട്. ദേശീയപാത സുരക്ഷാവേലി നിർമ്മിക്കാൻ ഫണ്ട് അനുവദിക്കാറില്ല. അതാത് സ്ഥലങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇതിന് ഫണ്ട് കണ്ടെത്തേണ്ടത്. പുനലൂരിലെ ഈ സ്ഥിതി MLAയുടെ സാന്നിധ്യത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ അറിയിച്ചിരുന്നതായി ദേശീയപാത പുനലൂർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.